രമേശ് ചെന്നിത്തലയോട് ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്നു എന്നുള്ളതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. പാലക്കാട്ടാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ഉണ്ടായത്. അവിടെയാണ് കാര്യങ്ങൾ ഒരു ചെറിയ സംഘർഷത്തിലേക്ക് വഴിമാറിയത്. ആയിഷത്തുൽ ഷംനയുണ്ട് വിവരങ്ങളുമായി. ഷംന, സംഭവിച്ചത് എന്താണ്? അല്പസമയം മുൻപാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നത് ഇതിനോടകം തന്നെ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പുതിയ പരാതികൾ കൂടി വരുന്ന സാഹചര്യത്തിൽ നടപടി ഉണ്ടാകും. പക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷയിലെ തീരുമാനം എന്ത് എന്നതറിയട്ടെ, അതിനുശേഷം KPCC അധ്യക്ഷൻ തീരുമാനം അറിയിക്കും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ വാർത്താ സമ്മേളനത്തിലാണ് ചോദ്യങ്ങൾ ചോദിച്ച വാർത്താലേഖകരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഷംന, കേൾക്കാമോ? ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായത് അല്ലെങ്കിൽ കയ്യേറ്റം ഉണ്ടായത് എന്നുള്ളത്? ആരാണ് കയ്യേറ്റം നടത്തിയത്? ഷംന, വിശദാംശങ്ങൾ. അനുജ, ഇപ്പോ ഈ രമേശ് ചെന്നിത്തല ഇവിടെ തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് കൺവെൻഷന് വേണ്ടി എത്തിയതാണ്. ഇതിനിടെ നമ്മൾ മാധ്യമപ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് ഈ മുൻകൂർ ജാമ്യം കോടതി പരിഗണിക്കുന്ന വേളയിൽ അത്തരം ചോദ്യങ്ങൾ ചോദിച്ചതായിരുന്നു. അതിനാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ ഒരു കയ്യേറ്റ ശ്രമം ഈ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതായത് തെരഞ്ഞെടുപ്പ് പരിപാടികൾക്ക് എത്തിയാൽ അത് മാത്രം ചോദിച്ചാൽ മതി, മറ്റൊന്നും ചോദിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് നേരെ ഈ കയ്യേറ്റം ഉണ്ടായത്. ഒപ്പം തന്നെ ചില മാധ്യമങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട്, കൈരടി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് കയ്യേറ്റം ചെയ്തത്. നിങ്ങൾക്ക് മറുപടി നൽകേണ്ട ആവശ്യമില്ല, ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം മതി, അതിനപ്പുറത്തേക്ക് രാഹുലിനെ കുറിച്ചോ മറ്റു ചോദ്യങ്ങളോ ചോദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കയ്യേറ്റം ഉണ്ടായത്. എന്തായാലും നിരവധി പ്രവർത്തകരാണ് ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടായത്. പിന്നീട് അത് രമേശ് ചെന്നിത്തലയുടെ മുന്നിൽ വെച്ചായിരുന്നു ഈ കയ്യേറ്റം. പ്രവർത്തകരെത്തി തടയുകയായിരുന്നു. അനുജ, രമേശ് ചെന്നിത്തല സംസാരിക്കുന്ന വേളയിൽ തന്നെ ചില ശബ്ദങ്ങളൊക്കെ അല്ലെങ്കിൽ ചില അത്തരത്തിലുള്ള മറുപടികളൊക്കെ ഈ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. വലിയ ശബ്ദത്തിൽ സംസാരിക്കുക, ഞങ്ങൾ മറുപടി തരേണ്ടത് ആവശ്യമില്ല, നിങ്ങൾ ചോദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ബഹളം കൂടുതലായതോടുകൂടി മറുപടി പറയാൻ കഴിയാതെ രമേശ് ചെന്നിത്തല അകത്തേക്ക് കയറിപ്പോയി. ഇതിന് പിന്നാലെയാണ് ഈ മാധ്യമപ്രവർത്തകർക്ക് നേരെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നൊരു കയ്യേറ്റം ഉണ്ടാകുന്നത്.